ഹലോ, എല്ലാവർക്കും മാജിക് ഹബിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് ഈ ഒരു ഡയറീനെയാണ് മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡയറിയോ ജേർണൽസ് അതൊക്കെ നമുക്ക് മേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന അത് ആ ഒരു രീതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ വീഡിയോ ഇട്ട് കിടക്കാം. ആദ്യമായിട്ടൊരു ഡയറി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡയറി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഗ്ലൂവും വാട്ടറും കൂടി 2:1 റേഷ്യോയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുളിവൊക്കെ കാണാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഈ ഡയറിയിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാനിവിടെ ക്ലേ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള ക്ലേ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഇതിന് മുന്നിലത്തെ ഭാഗം നന്നായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു ക്ലേ ടൂൾ എടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ലൈൻസ് ഇടുന്ന സമയത്ത് നന്നായിട്ട് നമുക്കൊരു ബാർക്ക് നമ്മുടെ വുഡിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഇല്ലേ, അതുപോലെ നമുക്ക് ഉണ്ടാവും. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. നമ്മൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഹൂപ്പ് എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഡ്രീം ക്യാച്ചറൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഹൂപ്പാണ്. ഇല്ലെങ്കിൽ നമ്മുടെ സാധാ കമ്പി ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന കമ്പിയില്ലേ, അതൊന്ന് വളച്ചെടുത്താലും മതിയാവും. ഇനി ഇതിലൂടെ ഞാനിവിടെ ക്ലേ ഒന്ന് ഒട്ടിച്ചു എടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്കോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ബാംബൂ സ്റ്റിക്ക് എടുത്തു. എന്നിട്ട് ഞാനിവിടെ കുഞ്ഞു പീസ് ക്ലേയും കൂടി എടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് ദേ കാണുന്ന പോലെ ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ റെഡ്, ബ്രൗൺ അതിൻ്റെ പല പല വേരിയൻസ് ആയിട്ടുള്ള കളർ എടുത്തിട്ട് ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ തടിയുടെ ആ ഒരു ഭംഗി കിട്ടുക. അപ്പോൾ നമുക്ക് ഏകദേശം തടിയുടെയൊക്കെ ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ ഇത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു ഇത് കിട്ടിയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറച്ചുകൂടി നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടമായെങ്കിൽ. ഇനി ഞാനിവിടെ കുറച്ച് കളേഴ്സ്, റെയിൻബോ കളേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആ തടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ മുകളിലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ബ്ലൂ, റെഡ്, പിങ്ക്, വയലറ്റ് അങ്ങനെയുള്ള എല്ലാ കളറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രസമായിട്ട് തന്നെ ഒരുപാട് നമുക്ക് കളറൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളർ ചെയ്യാൻ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത്? അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇതിനേക്കാളും ആ വുഡാണ് ഇഷ്ടമായത്. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ തോന്നിയത്. ഇനി ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഹൂപ്പില്ലേ, അതും ഫെവി ബോണ്ട് എടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് ഈ ഹൂപ്പിനെ ഒന്ന് നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാവേ. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ബാംബൂ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടി നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അതും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ക്ലേ വെച്ചിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ, അതാണ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് കാണിക്കാത്തത്. വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് ലീവ്സും കൂടി അവിടെ എവിടെയായിട്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഫ്ലവേഴ്സ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് ഇഷ്ടമുള്ള രീതിക്ക് ആ ഹൂപ്പിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 2-3 തരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വെച്ചപ്പോൾ നല്ല സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ഈ ഒരു ഇത് നിർത്താം. ഇതിങ്ങനെ താഴേക്ക് കുറച്ചുകൂടെ വെച്ചിട്ട് ഒരു സെൻറ്റർ പോർഷനിലേക്ക് ഇത് വെച്ച് അങ്ങനെ നിർത്താം. പക്ഷെ ഞാനിവിടെ ഡ്രീം ക്യാച്ചർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഡ്രീം ക്യാച്ചറിന് നമുക്കറിയാമല്ലോ എന്താവശ്യമായിട്ടുള്ളത്, ഫെതേഴ്സാണ് അല്ലേ. അപ്പോൾ ഫെതേഴ്സാണ് ഞാൻ ഇനി അടുത്തെടുക്കുന്നത്. അതും ഞാൻ കുറേ കളേഴ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇതിന് ചേരുന്ന രീതിയിലുള്ള കളേഴ്സാണ്. അപ്പോൾ പിങ്ക് ബേസ് ഉള്ളിടത്ത് കുറച്ച് ഡാർക്ക് കളേഴ്സ്, അങ്ങനെ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇനി ഞാനിവിടെ കുറച്ച് ബീഡ്സ് എടുക്കുന്നുണ്ട്. ഇത് കുഞ്ഞു മുത്തുകളാണ് കേട്ടോ, ഗോൾഡ് കളറിലുള്ള കുഞ്ഞു മുത്തുകൾ. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ വെക്കാം, അത്രേ തന്നെയുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇതിനെ ഒന്ന് ഭംഗിയാക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയായിട്ടൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ
നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റാറോ മറ്റേ പേപ്പർ പഞ്ചിൽ ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റാറോ ബീഡ്സോ അങ്ങനെയാണെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഞാനിങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ഗോൾഡ് കളറാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കളറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കുറച്ചുകൂടി ഭംഗി നേരിട്ട് കാണുമ്പോൾ ഉണ്ട് കേട്ടോ. കുറച്ചുകൂടി നല്ല കളേഴ്സൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നമുക്കിപ്പോൾ ഡയറിയൊക്കെ എഴുതുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മേക്ക് ഓവർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എന്തോ പേഴ്സണലായിട്ട് കുറച്ചുകൂടി ഒരു ഭംഗിയൊക്കെ തോന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഇങ്ങനെ തന്നെ വേണമെന്നില്ല. നമുക്ക് വാൾ ഹാങ്ങിങ് ആയിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ബോട്ടിലിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ബോട്ടിലില്ലേ, അതിൽ വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ, ടേക്ക് കെയർ.